പരിശുദ്ധാത്മാവ് അമ്മയെക്കുറിച്ച് പറഞ്ഞു. എല്ലാം ഞാൻ ഈ നിങ്ങളോട് വെളിപ്പെടുത്തിയ എല്ലാ രഹസ്യങ്ങളും പരിശുദ്ധാത്മാവ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എലിസബത്തിലൂടെ അമ്മയെക്കുറിച്ചൊരു വാക്യം പറഞ്ഞുള്ളൂ. മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് അപ്പൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മനസ്സിലാക്കിയ ആളാണ് നീ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ബ്ലെസ്ഡ്. വീണ്ടും പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് അതിന് പ്രത്യുത്തരമായി അമ്മ പറഞ്ഞു, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. കൈയിടിച്ച് കർത്താവ് തലമുറകൾ തോറും പാടും ജപമണിമാലകളിൽ ഉയരും പറുദീസയായി അമ്മ ദൈവത്തിനു പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു പറുദീസയായി അമ്മ ദൈവത്തിനു പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. Praise the Lord. കൈ രോഗമുള്ള ഇടത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയണത് കർത്താവ് നമുക്ക് തന്ന ഒരു നോട്ടാണ്. പക്ഷേ ഒത്തിരി പേര് ഇപ്പോൾ സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും അച്ഛൻ പറയുന്നു, കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന ഈ ഉജ്ജ്വലിക്കുന്ന നിമിഷങ്ങളിൽ അമ്മ ഉണർവോടുകൂടി നമുക്ക് സാക്ഷ്യം നൽകുന്ന മധ്യസ്ഥം വഹിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ രോഗമുള്ളിടത്ത് യേശുനാമത്തിൽ നിങ്ങൾ കൈവെക്കുക. എവിടെയാണ് രോഗമുള്ളത്? തൈറോയിഡുകാരാണെങ്കിൽ തൊണ്ടയിൽ കൈവെക്കുക. ഓൺലൈനായിട്ട് ഇപ്പോഴ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധ്യാനം കേൾക്കുന്നവരെ, ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് ഇത് ധ്യാനം കേൾക്കുന്നവരെ, നിങ്ങളുടെ രോഗികൾ അടുത്തുണ്ടെങ്കിൽ അവിടെ രോഗമുള്ള ഇടത്ത് നിങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ കൈവെക്കേണ്ടതാണ്. കുറേയധികം മക്കളെ ഈശോ ഈ ആരാധന സമയത്ത് സുഖപ്പെടുത്തിയ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ആൾക്കാർ ഇവിടെ വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയണത് കർത്താവ് ഈ അടയാളത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ ഒരു മോള്, കുഞ്ഞിന് തൈറോയ്ഡ് 500 കുഞ്ഞ് വളരെ ഒരു ഡെലീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോഴാണ് ആശുപത്രിയിൽ നിന്നുകൊണ്ട് ധ്യാനം കൂടുന്നത്. അപ്പോൾ അമ്മ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കുകയാണ്. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈ എടുത്തിട്ട് അമ്മ കുഞ്ഞിൻ്റെ തന്നെ കഴുത്തിൽ വെച്ചുകൊണ്ട് അവൻ്റെ തൈറോയ്ഡ് മാറാൻ വേണ്ടി സ്തുതിച്ചുകൊണ്ടിരുന്ന. എന്നിട്ട് ആ സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നോർമലായെന്ന് പറഞ്ഞൊരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവം അംഗീകരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ ദൈവത്തെ ആരാണ് ദൈവമായിട്ട് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്, അവിടെ എല്ലാം ദൈവം അടയാളം കാണിച്ചിരിക്കും. ദൈവവേദലെ നീ നിൽക്കുന്ന ഇടം
കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ്. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി എടുക്കാൻ പോകുന്നവർക്ക്, അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കിയവർക്കും പുതുതായി എടുക്കുന്നവർക്കും എല്ലാം വേണ്ടിയാണ് ഈ ശുശ്രൂഷ, ഉടമ്പടി ധ്യാനം നടക്കുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ചിലർക്ക് അൺആൻസറായിട്ടുണ്ടാവും. ഉത്തരം കിട്ടാത്ത അവസ്ഥയിലുള്ള ഉടമ്പടികളുണ്ടാവും. അപ്പം അതെന്താണ്? ഉത്തരം താമസിക്കുന്ന അസ്വാഭാവികമായിട്ട്, സ്വാഭാവിക താമസം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവിക താമസം വെച്ച് കഴിഞ്ഞാൽ സ്വഭാവം, നാച്ചുറലായിട്ടുള്ള എൻ്റെ പ്രകൃതിപരമായ താമസം, സാധാരണ ഭൗതിക വിഷയങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ഒരു വാഴ കുലച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പഴുക്കത്തില്ലല്ല. അഥവാ പഴുക്കണമെങ്കിൽ നമ്മൾ തല്ലിപ്പഴുപ്പിക്കണം, ഇപ്പം ചവർക്കും അല്ലേ. അപ്പം അതാണ് സ്വാഭാവിക താമസം. മധുരം വേണമെങ്കിൽ എൻ്റെ സ്വാഭാവിക താമസം എടുക്കും. അല്ലാതെ താമസിക്കുന്നതിനാണ് അസ്വാഭാവിക താമസം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ വെച്ചേക്കുന്ന വിഷയങ്ങളുടെ മേലുള്ള ഈ അസ്വാഭാവിക താമസം വരുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൗണ്ടറാക്ട് ചെയ്യാൻ, കൺഫ്രണ്ട് ചെയ്യാം, അസ്വാഭാവിക താമസത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ. സ്തുതിക്കട്ടെ. ഇതൊരു നല്ല ശക്തമായ സ്പിരിച്വാലിറ്റി ഉള്ളവർ എഴുതിയിട്ടുള്ള ഗാനങ്ങളാണിതെല്ലാം. ഈ ഗാനങ്ങളിലൊക്കെ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഭക്തി ഗാനങ്ങളുണ്ട്. കൃപാസനത്തിൽ ഭക്തി ഗാനങ്ങളൊന്നും പാടത്തില്ലല്ലോ, ഭക്തിഗാനങ്ങളൊന്നും പാടത്തില്ല. പിന്നെ ഭക്തിഗാനങ്ങളുടെ കൂടുതൽ ആത്മീയ ഗാനങ്ങളുണ്ട്, അതൊട്ടും പാടത്തില്ല. പിന്നെ ഉള്ളത് ഉണർവ് ഗാനങ്ങളുണ്ട്. ഉണർവ് ഗാനങ്ങളിൽ തന്നെ അഭിഷേക ഗാനങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത് എഴുതുന്നവർക്ക് അഭിഷേകം ഉണ്ടാകണം, അത് ട്യൂൺ ചെയ്യുന്നവർക്ക് അഭിഷേകം ഉണ്ടാകണം, പാടുന്നവർക്കും അഭിഷേകം ഉണ്ടാകണം. അപ്പോൾ പാടുന്നവരുടെ അരുവി മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിഷേകം കിട്ടത്തില്ല. ഇങ്ങനെ കുറേ കാര്യം ദൈവം സഞ്ചരിക്കുന്ന ഒരു ഉപകരണമാണല്ലോ. ദൈവം സഞ്ചരിക്കുന്ന ഉപകരണം. ഇപ്പം ഇതിൻ്റെ അകത്ത് അഭിഷേകമുള്ളത് ആ ഒരു 4 വരിക്ക് അഭിഷേകമുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ആന്തരിക ഇതിൽ എവിടെയോ അങ്ങ് തുടർന്ന് നോക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആവർത്തിച്ച് പാടാം. കാര്യം ആ അഭിഷേകത്തിൻ്റെ ഒരു രീതി, അഭിഷേകം നമുക്ക് ഫീൽ ചെയ്യുന്ന ആവർത്തനത്തിലൂടെയാണ്. പക്ഷെ നിങ്ങളതിൻ്റെ കൂടെ സഞ്ചരിക്കണം. നിങ്ങളുടെ വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്. ഇപ്പം അതിൻ്റെ സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? അതിനൊരു ആധ്യാത്മികതയുണ്ട്. എന്താ കാര്യം? നിന്തിരു മുമ്പിൽ നിന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പിന്നെന്താണ്? പ്രത്യാശ ഒന്ന് മാത്രം. അത് ഈ ദുഃഖങ്ങളും ഭാരങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കുള്ള പ്രത്യാശ ഭാരങ്ങളെ ലഘൂകരിക്കുന്നു. അതാണ് വിഷയം. ഈ പ്രത്യാശ നമുക്ക് അറിവിൻ്റെ തലത്തിലുണ്ടാകാം, അനുഭവ തലത്തിലുണ്ടാകാം. അപ്പോൾ ഇത് അറിവിൻ്റെ തലത്തിൽ എപ്പോഴും വരുന്നൊരു വിഷയം, എല്ലാവർക്കും പ്രത്യാശ ഉണ്ട്, അത് അറിവിൻ്റെ തലത്തിലാണ്. അങ്ങനെയല്ല, ഇതിനൊരു പ്രത്യാശയുടെ ഒരു അഭിഷേക തലമുണ്ട്. അറിവിൻ്റെ തലം കഴിഞ്ഞിട്ട്, അനുഭവ തലം കഴിഞ്ഞിട്ട് ഒരു അഭിഷേക തലമുണ്ട്.
അതാണ് എപ്പോഴും നമ്മൾക്ക് ദൈവാനുഭവത്തിന് നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കപട ദൈവാനുഭവമായി പോവും. ദൈവാനുഭവം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദൈവാനുഭവം ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും എല്ലാ വിഷയവും, വചനത്തിനും അഭിഷേകമുണ്ട്, അറിവുണ്ട്, അനുഭവമുണ്ട്, അഭിഷേകമുണ്ട്. ഇത് മൂന്ന് ഓരോ ഘട്ടങ്ങളാണ്, വളർച്ചയുടെ ഘട്ടങ്ങൾ. ആദ്യം അറിവായിരിക്കും നമുക്ക് കിട്ടുന്നത്, പിന്നെ അത് അനുഭവമാകും. അനുഭവം എല്ലാവർക്കും ആകത്തില്ല. അത് ആരാണ് എക്സിക്യൂട്ട് ചെയ്യണത്, ആരാണ് ആ വചനം എക്സിക്യൂട്ട് ചെയ്യണത്, അതായത് പ്രയോഗിക്കുന്നവർ. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു ആളിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും എപ്പോഴും. കാര്യം നമ്മൾ അസസ്മെൻ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മളെ ഒരു ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തന്നെ, നിങ്ങളെ പ്രാർത്ഥനയിൽ വളരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല അസസ്മെൻറ്റ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളെക്കുറിച്ചുള്ള ഒരു തൂക്കി നോക്കലേ, അക്കത്തൂക്കങ്ങൾ നോക്കുന്നത് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ്. അതിൽ ഉള്ളിൽ വിചാരം എന്നൊക്കെ വേണേൽ പറയും. ഇപ്പോൾ ഉള്ളിൽ വിചാരം, ഇപ്പോൾ നമുക്ക് വിശ്വാസം പോലും ഉള്ളിൽ വിചാരമല്ലേ. പുറമേയുള്ള പറച്ചിലാണെങ്കിലും ആദ്യം എങ്ങനെയാണ് വരുന്നത്? അത് പുറമേ നമ്മൾ ചെയ്യുകയും ചെയ്യും, പറയുകയും ചെയ്യും, അല്ലേ? വിശ്വാസം നമ്മളിങ്ങനെ പ്രഖ്യാപിക്കും. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് പിന്നീട് നമ്മൾ പ്രയോഗിക്കും. ഇതെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചാൽ നമുക്ക് പ്രഖ്യാപിക്കാം. അത് ഇപ്പോൾ ഈ ലിപ് സർവീസ് ആയത് കാരണം അതിൻ്റേതായിട്ടുള്ള 20% ഇൻകമാണ് അതിനകത്ത് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണക്കേണ്ടത് ഇതെല്ലാം. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി 20-30 ഇത്രയും നാൾ ഞാൻ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുകയും അവരിൽ ദൈവം പ്രവർത്തിക്കണ കാണുകയും അതേസമയം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനും അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കൈവരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ഗോഡ് മസ്റ്റ് നോ ദാറ്റ് വി ആർ സിൻസിയർ ആൻഡ് സീരിയസ്. പ്രത്യേകിച്ച് അവൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സിൻസിയറിറ്റി ഉണ്ട്. അപ്പോൾ ദൈവത്തോട് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണത് എന്താണ്? വചനം കേൾക്കും. കേട്ട് കഴിഞ്ഞാലും പിന്നെ അടുത്ത സംഭവം എന്താണ്? വചനം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീടത് പ്രയോഗിക്കും. വചനം നടപ്പിൽ വരുത്തും. നടപ്പിൽ വരുത്തി കഴിഞ്ഞതിന് ശേഷം അതായത് അടുത്ത സെക്ഷനിലാണ് വചനം അഭിഷേകമാകണത്. ഇതെല്ലാം ദൈവാനുഭവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനാണ്. ദൈവാനുഭവത്തിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം അറിവ്, പിന്നെ അനുഭവം, പിന്നെ അഭിഷേകം, അങ്ങനെ പോണത്. അപ്പം നിങ്ങളുടെ IELTS, വസ്തു വിൽപ്പന, കല്യാണം കഴിപ്പിക്കൽ, കുഞ്ഞുങ്ങളുണ്ടാകണത്, ഇങ്ങനെയുള്ള മിനിമം പരിപാടിയുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ മരിക്കണ വരെ ഇതുപോലെ പുതിയ പുതിയ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യണതിനൊരു മിനിമം വോൾട്ടേജ് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളെന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഫുൾ എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഈ വിഷയത്തിനൊരു പിൻപിടുത്തം വരുന്ന കാര്യം. നിങ്ങളുടെ ബുദ്ധിയും ബോധവും കഴിവും ചിന്തയും ആലോചനയും എല്ലാം ഒറ്റ വിഷയത്തിലേക്ക്. കല്യാണം താമസിക്കുന്നത് എന്താണ്? പിള്ളേരുണ്ടാകാത്തത് എന്താ? ജോലി കിട്ടാത്തത് എന്താ? ഈ അതായത് ഒരു ആധ്യാത്മികമായി പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ലോ ആയിരിക്കും പ്രോസസ്സ്. ദൈവമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകുന്നത് സ്ലോയാണ്. അതിൻ്റെ കാര്യം ഭയങ്കര കൊളസ്ട്രോളാണ് ആൾക്കാർക്കെല്ലാം. എങ്ങനെ കൊളസ്ട്രോളാണ്? നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോളുള്ള, ഹൃദയത്തിൽ കൊളസ്ട്രോൾ കാരണം പോലെ തന്നെയായിരിക്കും ആത്മീയ ജീവിതത്തിലും കൊളസ്ട്രോൾ ഉണ്ടാകും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അമിത പ്രാധാന്യം എപ്പം നിങ്ങൾ വസ്തുക്കൾക്ക് കൊടുത്താൽ അപ്പോൾ ആ വിഷയത്തിന് ദൈവത്തെക്കാൾ ഇപ്പം നിങ്ങളുടെ വിഷയമെന്ന് വെച്ചാൽ ദൈവമല്ലല്ലോ, ദൈവത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ലേ വിഷയമാക്കണം നമ്മൾ. ദൈവമല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്?
ദൈവത്തിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടണത്, എപ്പോഴാണ് വീട് വെക്കാൻ പറ്റണത്. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ സ്ഥലത്തെ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കും, സ്ഥിരമായിരിക്കും സംഭവം. പക്ഷെ ഞാൻ അപ്പോൾ മുതലൊരു വലിയൊരു ബേർഡൻ ഇറക്കി വെച്ച പോലെയായിരുന്നു. ഞാൻ പിന്നെ ഭയങ്കര കൂളായിരുന്നു. പിറ്റേ ദിവസം എക്സാമിന് പോയി. ഞാൻ പറഞ്ഞു എക്സാം കഴിഞ്ഞ മാതാവ് ഞാൻ വരും, ഉടമ്പടി എടുക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ കൂളായിട്ട് എക്സാം എഴുതി. ഇത്ര കൂളായിട്ട് ഞാനൊരു എക്സാം ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ ലാസ്റ്റ് ഹോപ്പാണെന്ന് പോലും ഞാനതങ്ങനെ മാതാവിനെ വിട്ടുകൊടുത്ത് ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ 4 മൊഡ്യൂളാണ്. അതിൽ എനിക്ക് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാവരും പറഞ്ഞിരുന്നത് സ്പീക്കിങ്ങിൽ എപ്പോഴും എനിക്ക് 65 വേണ്ടത്, എനിക്ക് എപ്പോഴും 50യുടെ താഴെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് കിട്ടില്ല എന്നാണ് എല്ലാവരും ഞാനടക്കം വിചാരിച്ചിരുന്നത്. പക്ഷേ എക്സാം കഴിഞ്ഞ് 1 അവറിൻ്റെ റിസൾട്ട് വന്നു. സ്പീക്കിങ്ങിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത്. 75 എനിക്ക് കിട്ടി. എൻ്റെ സ്കോർ കൊണ്ട് ഞാനും എൻ്റെ വീട്ടുകാരെല്ലാവരും ഞെട്ടി. കാരണം ഇത്രയും സ്കോർ ഒരിക്കലും പ്രതീക്ഷയല്ല. എനിക്ക് എൻ്റെ സന്തോഷം ഞാൻ ആഗ്രഹിച്ചപ്പോഴും തന്നെ മാതാവ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് എൻ്റെ കയ്യിലാണ് തന്നു. ഫസ്റ്റത്തെ നിയോഗമാണ് ഞാൻ നിയോഗം ആക്കാൻ വെച്ചിരുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ 2023 ഏപ്രിൽ മാസം ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഇവിടെ എല്ലാവരും ഞാനിങ്ങനെ മാതാവിനെ ഇങ്ങനെ പ്രദക്ഷിണത്തിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുതന്നെ കണ്ടപ്പോൾ, ഇങ്ങനെ ഏറ്റുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വേണ്ട, ഞാൻ അതിന് യോഗ്യമല്ല. കാരണം ഞാൻ കുമ്പസാരിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്തോരം പാപം ചെയ്യണം. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്കാണ് നറുക്ക് വേണ്ടത് മാതാവിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നിയത് നീ അടുത്ത് വരെ ആഗ്രഹിച്ചില്ലെങ്കിൽ എനിക്ക് നിന്നെ വേണം എന്നുള്ളൊരു തോന്നൽ എനിക്കപ്പോൾ ഉണ്ടായത്. അങ്ങനെ മാതാവിനെ എനിക്കന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കൊരു മനസ്സിൽ ഭയങ്കര കുളിർമയായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയായി. ഞാൻ കുറേ ഏജൻസിനെ വിളിച്ചു. പക്ഷെ അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങണത്. ഒരു ഏജൻസിയും ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് അവർ പറയണില്ല, ഇതൊന്നും കിട്ടില്ല എന്നവർ പറയണം. പിന്നെ PTA ആക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത സാക്ഷ്യം ഞാൻ കേൾക്കണത്. ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സെയിം കോഴ്സ് ഓസ്ട്രേലിയയിൽ, അതും മെഡിക്കൽ ഫീൽഡ് പോലും അല്ലാത്ത ഒരു എൻജിനീയറിംഗ് പഠിച്ച കുട്ടിക്ക് ഓസ്ട്രേലിയയിൽ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നു. ഞാൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. അപ്പോൾ മാതാവ് എനിക്ക് തന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഡേറ്റ് തീരുമാനിച്ചാൽ മതി, എന്നാൽ ഞാൻ പോകണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അങ്ങനൊരു സംഭവം ഞാൻ കണ്ടു എന്നുള്ളത്. അങ്ങനെ എൻ്റെ ചേച്ചി വഴി ഉടമ്പടി എടുത്ത് 4-ാം ദിവസം എനിക്കൊരു ഏജൻസീനെ കിട്ടുകയാണ്. അങ്ങനെ ഏജൻസീനെ കോൺടാക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് വെറും 21 ദിവസത്തിന് ശേഷം എനിക്ക് ഓഫർ ലെറ്റർ കൈ കിട്ടി. പിന്നെ കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞ പോലെ വല്ലാത്തൊരു സ്പീഡിലാണ് നടന്നത്. നമുക്ക് ഒരു ഹോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് വലിയൊരു ഹോപ്പാണ് മാതാവ് തന്നെ. പിന്നെ എനിക്ക് ലോൺ അപ്ലൈ ചെയ്യുന്നു, ലോൺ പാസ്സാവുന്നു. ഓഗസ്റ്റിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എനിക്ക് വിസ വന്നു. ഞാൻ ഫെബ്രുവരിയിൽ പോവാണ്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹമാണ് മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് തന്ന്. അതോടൊപ്പം അടുത്ത കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് 1.5 വയസ്സുള്ളപ്പോൾ അവൻ്റെ കൈ വാതിലിൻ്റെ ഇടയിൽപ്പെട്ട് ഈ നഖവും മാംസവും ചെറുവിരലിനും പോയായിരുന്നു. അപ്പോൾ അത് അവിടെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു നമുക്ക് ചെയ്തു നോക്കാം, പക്ഷേ ഒരിക്കലും പഴയ പോലെ ആവുമെന്ന് നമുക്കറിയില്ല. അത് കേട്ടപാടെ തന്നെ ഞാൻ ഉടമ്പടി തൈലം എടുത്തു. അവൻ്റെ കൈയാണെന്ന് വിചാരിച്ച് എൻ്റെ ചെറുവിരലിൽ ഞാൻ എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കൈക്ക് അങ്ങനെ വാതിലടപ്പെട്ടു എന്ന് പോലും നമുക്ക് തോന്നില്ല. അത്രമാത്രം മാതാവ് ശരിക്കും ഹീലാക്കി തന്നു. പിന്നെ എനിക്ക് പേഴ്സണലി കുറേ അനുഭവം ഉള്ളത്, എന്നെ മൊത്തത്തിൽ മാതാവ് മാറ്റി. ആദ്യമൊക്കെ ഞാൻ എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ പിന്നെ ഞാൻ നിയോഗങ്ങൾ മറന്നുപോയി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ വയ്യാത്തവരെ, ഇപ്പം എൻ്റെ കസിൻസ്, എൻ്റെ റിലേഷനിലുള്ള ആൾക്കാർ എൻ്റെ വീട്ടിലേക്ക് പോയി ഉടമ്പടി തൈലും ഉപ്പൊക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അത് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ശരിയാവുമെന്ന് പറയാനുള്ളൊരു ധൈര്യം കിട്ടി. പിന്നെ ഉടമ്പടി തൈലം വെച്ചുള്ള സൗഖ്യങ്ങൾ തന്നെ, എൻ്റെ അപ്പച്ചൻ്റെ കാൽമുട്ട് വേദന, പിന്നെ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു അലർജി, പെട്ടെന്ന് ഡ്രൈ ആവുമായിരുന്നു എൻ്റെ സ്കിൻ, അത് മാറി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാതാവ് പഠിപ്പിച്ചു തന്ന 2 പാഠങ്ങളായിട്ട് എനിക്ക് തോന്നണേ. ഈശോയോട് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് ബാക്കി മനുഷ്യരോട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈശോയോട് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും, പിന്നെ
നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ഈശോനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനെനിക്ക് വഴി കണ്ടുപിടിച്ചെന്ന് എൻ്റെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വഴി എനിക്ക് ഇങ്ങനെ വചനം അയക്കാൻ, അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാവർക്കും വാട്സപ്പിലൂടെ വചനം അയക്കാനും സോഷ്യൽ മീഡിയ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ ഈശോയെ കൊടുക്കാനായിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാനൊരു ഐഡിയ തന്നു മാതാവ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മാതാവും ഈശോയും എൻ്റെ പിതാവും എനിക്ക് നേടിത്തന്നത്. ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി.